ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇത്തരത്തിലൊരു 15-കാരൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ ഇന്ന് അരങ്ങേറും. അതോടൊപ്പം തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ബാലാവകാശ കമ്മീഷൻ അല്പസമയം മുമ്പ് എത്തുന്നുണ്ട്. നമുക്കറിയാം, ദാരുണമായൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. 15 വയസ്സ് മാത്രമായിരുന്നു അനന്തുവിന് പ്രായം. മീൻ പിടിക്കാൻ പോകുന്നതിനിടയിൽ അനധികൃതമായി വലിച്ച കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പിനെതിരെയും KSEBിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഇടത് വലത് മുന്നണികൾ നടത്തുന്നു എന്നൊരു ആരോപണം നേരത്തെ തന്നെയുണ്ട്. അതേസമയം ഈ ഭാഗത്തുള്ള വന്യജീവി ശല്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ വനവകുപ്പിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം നേരത്തെ ശക്തമാണ്. അത് ഉന്നയിച്ചുകൊണ്ട് BJPയും ഇന്ന് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രനായിരിക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. നിലമ്പൂർ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജാണ് ആ പ്രതിഷേധ ധർണ നയിക്കുന്നത്. ആ പരിപാടിയായിരിക്കും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വികാരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ജനതയുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. നേരത്തെ തന്നെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ കാട്ടുപന്നികളെയൊക്കെ വെടിവെക്കാനുള്ള ഉത്തരവ് പഞ്ചായത്ത് അധികാരികൾക്ക് കൊടുത്തിട്ട് പോലും ഇത്തരത്തിലുള്ള വന്യജീവി ശല്യത്തിന് പരിഹാരം കാണാൻ ഇവിടെയുള്ള അധികാരികൾ സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, വികാരങ്ങൾ ജനങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നു. BJPയും LDFും UDFും പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ആ ബാലാവകാശ കമ്മീഷൻ അല്പസമയത്തിനകം അനന്തുവിൻ്റെ വീട് സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ ഈ അനന്തുവിൻ്റെ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കാലാകാലങ്ങളായി തുടരുന്ന ഈ വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ ഈ നിലമ്പൂരിലെ ജനത ഒന്നടങ്കം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പറയുന്നുണ്ട്, പരാതികൾ പറയുന്നുണ്ട്. ഈ ഒരു രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെയും നിലമ്പൂരിലെ ജനങ്ങൾക്ക് എതിരുണ്ട്. കാരണം UDF LDFിനെതിരെയും LDF UDFിനെതിരെയും പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം LDF നടത്തുന്ന പ്രതിഷേധ മാർച്ച് UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്കാണ്. UDF നടത്തുന്ന മാർച്ച് KSEB ഓഫീസിലേക്കാണ്. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുക എന്ന രീതിയിൽ ഒരു മരണത്തെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വികാരങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതി പിടിയിലായിട്ടുണ്ട്. പിടിയിലായതിനു ശേഷം തന്നെ ഇത് പോലീസ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഇനി നടപടികളൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും ഉണ്ടാവുക. അതിന് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പിലേക്ക് കടക്കുക.